ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ ട്രൈഗ്ലിസറൈഡിനെയും കൊളസ്ട്രോളിനെയും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ലിപ്പിഡ് പ്രൊഫൈൽ റിപ്പോർട്ട് നോക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണ്, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെന്ന് പറയുന്നത് കേൾക്കാറില്ലേ? എന്നാൽ ഇവ തമ്മിൽ ഒരുപോലെയാണെന്നാണ് കരുതുന്നത്. എന്നാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ ഒരു ശത്രുവല്ല. ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ് പോലുള്ളൊരു പദാർത്ഥമാണ് ഈ കൊളസ്ട്രോൾ. ഇവ കോശങ്ങളുടെ ഭിത്തി നിർമ്മിക്കാൻ, ഹോർമോണുകൾ ഉണ്ടാക്കാൻ, വൈറ്റമിൻ ഡി നിർമ്മിക്കാൻ, അതുപോലെ തന്നെ ദഹനത്തിന് ആവശ്യമായ ബൈൽ ആസിഡ്സിനെ നിർമ്മിക്കാനും ഈ കൊളസ്ട്രോൾ ആവശ്യമാണ്. കൊളസ്ട്രോൾ ശരീരം തന്നെ പ്രധാനമായും കരളിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ഇവ അളവിൽ കൂടുമ്പോഴാണ് പ്രശ്നക്കാരനായി മാറുന്നത്. കൊളസ്ട്രോൾ വെള്ളത്തിൽ ലയിക്കാത്തതിനാൽ അവയ്ക്ക് രക്തത്തിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതിനാൽ രക്തത്തിലൂടെ കൊണ്ടുപോകാൻ ലിപ്പോപ്രോട്ടീനുകൾ ആവശ്യമാണ്. അതാണ് LDL, HDL തുടങ്ങിയവ. LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് ചീത്ത കൊളസ്ട്രോൾ. ഇത് രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇവ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതായത് നല്ല കൊളസ്ട്രോൾ. ഇത് അധിക കൊളസ്ട്രോളിനെ ലിവറിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനായി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ LDL കുറയ്ക്കുകയും HDL കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ശരീരത്തിന് ആവശ്യം. ഇനി ട്രൈഗ്ലിസറൈഡിലേക്ക് വരാം. എന്താണ് ട്രൈഗ്ലിസറൈഡ്? നമ്മൾ ആവശ്യത്തിലധികം കാലറീസ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്വീറ്റ്സ്, കൂൾ ഡ്രിങ്ക്സ്, മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി പ്രൊഡക്ട്സ്, ഇവ ശരീരം ട്രൈഗ്ലിസറൈഡാക്കി മാറ്റുകയും കൊഴുപ്പായി സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രൈഗ്ലിസറൈഡിനെ സ്റ്റോർഡ് ഫാറ്റ് എന്നാണ് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അമിതവണ്ണം, അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, ആൽക്കഹോളിന്റെ ഉപയോഗം, വ്യായാമക്കുറവ് എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ട്രൈഗ്ലിസറൈഡിനെയും കൊളസ്ട്രോളിനെയും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ചുമര് പണിയാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകളെ കൊളസ്ട്രോളായും, വീട്ടിൽ ഉപയോഗിക്കാതെ സ്റ്റോറിൽ സൂക്ഷിക്കുന്ന അധികമായ സാധനങ്ങളെ നമുക്ക് ട്രൈഗ്ലിസറൈഡായും കണക്കാക്കാം. ഇവ രണ്ടും ആവശ്യമാണ്, എന്നാൽ അളവ് കൂടിയാൽ ശരീരത്തിന് ദോഷമാകുന്നുണ്ട്. കൊളസ്ട്രോൾ കൂടുതലായാൽ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുകയും, ട്രൈഗ്ലിസറൈഡ് കൂടുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പിന്റെ സംഭരണം കൂടുകയും, അമിതമായാൽ അത് പാൻക്രിയാസിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വീറ്റ്സ്, ബേക്കറി പ്രൊഡക്ട്സ്, മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, കൂടുതൽ കാർബ്സ്, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കുറയ്ക്കുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് എന്നിവ ഒഴിവാക്കുക. ഫിഷ്, നട്ട്സ്, ഫ്ലാക്സീഡ് എന്നിവ പോലുള്ള ഹെൽത്തി ഫാറ്റുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഇവ രണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടിലെ ഒരു നമ്പർ മാത്രം നോക്കാതെ മുഴുവൻ ലിപ്പിഡ് പ്രൊഫൈലും വിലയിരുത്തുക. ആവശ്യമെങ്കിൽ ഡോക്ടറുടെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്താനായി ശ്രദ്ധിക്കുക.